ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മളിതൊരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ഹവ ഓർ ധൂൽ. എന്താണ്? കാറ്റും പൊടിയും അല്ലെങ്കിൽ ഡസ്റ്റ്. വിൻഡ് ആൻഡ് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഒരു കുഞ്ഞൊരു കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ശ്യാം സുശീൽ സിൻഹ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ചാപ്റ്ററിലേക്ക് വേഗം തന്നെ കടക്കാം. ഓക്കെ ഓക്കെ ഓൾറൈറ്റ്. हवा धूल को छेड़ के भागी सोती धूल अचानक जागी. ഹവ എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാറ്റ് അല്ലെ, കാറ്റ്. ധൂലിക്കോ ഡസ്റ്റിനെ അല്ലെങ്കിൽ പൊടിയെ ചേടുക്കെ ഭാഗി ശല്യപ്പെടുത്തിക്കൊണ്ട് ഭാഗി ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ ആരാ ശല്യപ്പെടുത്തുന്നത്? ഹവ അല്ലെങ്കിൽ കാറ്റ് ഈ ഡസ്റ്റിനെ ഈ പൊടി എന്താണ് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാം ശല്യപ്പെടുത്തി ഇങ്ങനെ വെറുതെ ഒന്ന് തമാശക്കെല്ലാം ചെയ്ത്. അതുപോലെ തന്നെ ഈ ഹവ ആരെയെ ശല്യപ്പെടുത്തുന്നത്? ഡസ്റ്റിനെയാണ് അല്ലെങ്കിൽ പൊടിയാണ് ശല്യപ്പെടുത്തുന്നത്. അപ്പൊ എന്താ? ചേടുക്കെ ഭാഗി ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അതിനർത്ഥം എന്താ? നല്ല കാറ്റും നല്ല പൊടിയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണെന്നാണ് പറയുന്നത്. സോത്തി ധൂല് അചാനക് ജാഗി. സോത്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന. സോത്തി ധൂല് അചാനക് ജാഗി. അചാനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ? അചാനക് ജാഗി എഴുന്നേറ്റു. ജാഗി എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക അല്ലെങ്കിൽ വേക്കപ്പ് ചെയ്യുക. അപ്പൊ എന്താ? എഴുന്നേൽക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ? ഹവാ ധൂൽ കോ ചേടിക്കെ ഭാഗി സോത്തി ധൂൽ അചാനക് ജാഗി. അപ്പൊ ഇതിനർത്ഥം എന്താ? നമ്മുടെ ഹവ ആര് ശല്യപ്പെടുത്തുന്നു? നമ്മുടെ ധൂലിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ ഉറങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ധൂൽ അല്ലെ ഡസ്റ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ അചാനക് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റു എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ട് വരികളിൽ പറയുന്നത്. ഓക്കെ, അടുത്ത വരികളിലേക്ക് പോകാം. ഉടി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. അപ്പൊ എന്താ? ഉടി ഹവ. അപ്പൊ എന്താ? ഇങ്ങനെ പറക്കുന്ന അല്ലെങ്കിൽ നല്ല ഉയരത്തിൽ പറക്കുന്ന അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുന്ന അല്ലെങ്കിൽ എന്താ വളരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താ വളരെ ശക്തനായിട്ടുള്ള നമ്മുടെ ഹവാക്കെ പീച്ചെ പീച്ചെ അതിന്റെ പുറകെ അല്ലെങ്കിൽ എന്റെ അതിന് പിന്നില് ആര് പോകുന്നു? ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. അപ്പൊ എന്താ? ഹവ ഇങ്ങനെ പൊങ്ങി പറക്കുമ്പോ എന്ത് സംഭവിച്ചു? ഹവാ ഹോ ഗയി ഹവ ആയിപ്പോയി ധൂൽ കെ നീച്ചെ ധൂലിന്റെ അല്ലെങ്കിൽ എന്താ പൊടിയുടെ താഴെ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ? നല്ല കാറ്റും നല്ല പൊടിയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ്, അന്തരീക്ഷമാണ്. നമ്മളിപ്പോ റോഡിലെല്ലാം ഇപ്പൊ പണിയെല്ലാം നടക്കുന്നതാണല്ലോ, അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ എന്താ? നിറച്ച് പൊടിയും കാറ്റും എല്ലാമാണ്. അപ്പൊ അതുപോലൊരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്സ് ആണ്. സ്റ്റിൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഉടി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. അപ്പൊ എന്താ? ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ആ ഒരു ഹവയുടെ എന്താണ്? താഴെ ആയിപ്പോയി അല്ലെങ്കിൽ ധൂലിന്റെ താഴെ ആയിപ്പോയി ആര്? ഹവ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റാൻസ് നോക്കാം. ധൂൽ ഘോജത്തി ആഖേ നീച്ചെ ദായേ ബായേ ആകെ പീച്ചെ. ധൂൽ ഘോജത്തി നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആണല്ലോ. ആരൊക്കെയാണ്? ഈ ഹവയും ധൂൽ. അപ്പൊ എന്താ? ധൂൽ ഘോജത്തി. ഘോജത്തി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യാന്നാ പറയാ. അപ്പൊ എന്താ? ആഖേ മീച്ചെ. അപ്പൊ എന്താ? ധൂല് കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൾ ഇങ്ങനെ അടച്ചുകൊണ്ട് എന്താ? മീച്ചെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഘോജത്തി എന്താ? അന്വേഷിക്കുകയാണ്. ആരെയാണ്? ദായേ ബായേ ആകെ പീച്ചെ. ദായേ ബായേ ആകെ പീച്ചെ. ദായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റും ബായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റുമാണ്. അപ്പൊ എന്താ? ഈ ഹവ എല്ലായിടത്തും എന്താ? എല്ലാ സൈഡിലും എന്ത് ചെയ്യാണ്? ദായേ ബായൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ എന്താ? തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആകെ പീച്ചെ മുൻപിലും പിന്നിലും. അപ്പൊ എന്താ? ഈ നാല് പാടിലും എന്താ? ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരാണ്? ധൂൽ. അപ്പൊ ധൂല് ഘോജത്തി. അപ്പൊ ധൂല് എന്താ? അന്വേഷിക്കുകയാണ്. ആകെ മീച്ചെ കണ്ണുകൾ മൂടിക്കൊണ്ടിങ്ങനെ പൊടിയാണല്ലോ. അപ്പൊ എന്താ? അല്ലെങ്കിൽ എന്താ? കാറ്റാണല്ലോ. അപ്പൊ കണ്ണുകൾ ഇങ്ങനെ എന്താ? ചിമ്മിക്കൊണ്ട് അല്ലെങ്കിൽ എന്താ? കണ്ണുകൾ ഇങ്ങനെ മൂടിക്കൊണ്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ദായേ ബായ റൈറ്റും ലെഫ്റ്റും ആകെ പീച്ചെ മുൻപിലും പിൻപിലുമായിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം. ഹവാ ചൽ രഹി സാസേ ഖീച്ചെ നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ. അപ്പൊ എന്താ? ഹവാ ചൽ രഹി. ഹവ എന്താണ്? പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൽ രഹി പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സാസേ ഖീച്ചെ. സാസേ എന്താണ്? ശ്വാസം. ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്. ശ്വാസം ഖീഞ്ചെ. ശ്വാസം ഇങ്ങനെ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് വളരെ ഇങ്ങനെ നമ്മൾ ബ്രീത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിടിക്കുക. അതുപോലെ എന്താ? ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ. അപ്പൊ എന്താ? ആരതാരെയാണ്? ഹവ ഇങ്ങനെ മെല്ലെ മെല്ലെ ആരതാരെ പോയിക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഡസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ പൊടിയുടെ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഹവ ഇങ്ങനെ ചൽ രഹി ഹെ, എന്താ ഹവ എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാസേ ഖീച്ചെ, ശ്വാസം ഇങ്ങനെ അടുക്കി പിടിച്ച് അല്ലെങ്കിൽ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഴത്തിൽ ശ്വാസം വലിച്ചുകൊണ്ട് ശ്വസിച്ചുകൊണ്ട് നീച്ചെ നീച്ചെ ധൂലിക്ക നീച്ചെ. അപ്പൊ എന്താ ഈ പൊടി മേലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ആരാണ്? ഈ കാറ്റ് ഇങ്ങനെ താഴെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത സ്റ്റാൻസ അല്ലെങ്കിൽ അടുത്ത വരികൾ നോക്കാം. लगा धूल को कुछ है गड़बड़ धूल धप से नीचे आई. ലഗാ ധൂലിക്കോ. അപ്പൊ എന്താ ലഗ എന്ന് പറഞ്ഞാൽ തോന്നുക അല്ലെങ്കിൽ തോന്നി, ഫീൽ ചെയ്യുക, ഫെൽറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താ തോന്നി എന്നാ പറയുന്നത്. അപ്പൊ എന്താ ലഗ എന്ന് പറഞ്ഞാൽ തോന്നി. അല്ല ആർക്ക് തോന്നി? ലഗാ ധൂലിക്കോ, ധൂലിന് തോന്നി. എന്താ തോന്നിയത്? കുച്ച് ഹേ ഗഡ്ബഡ്, എന്തോ ഒരു ഗഡ്ബഡ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നാ പറയാ. അപ്പൊ എന്താ ലഗാ ധൂലിക്കോ കുച്ച് ഹേ ഗഡ്ബഡ്, എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആർക്ക് തോന്നി? ധൂലിനുണ്ട്. അപ്പൊ താഴെ ഹവയും മേലെ ധൂലുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ധൂലിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നി, താഴെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നി. അപ്പൊ എന്ത് ചെയ്തു? ധൂല് ധപ്സേ നീച്ചയായി. അപ്പൊ എന്താ ധൂല്, നമ്മുടെ പൊടി എന്ത് ചെയ്തു? ധപ്പ് സേ, ധപ്പ് എന്ന് വെച്ചാൽ ധപ്പ് എന്ന ശബ്ദം കേൾക്കില്ലേ, അതാ പറയുന്നത്. അപ്പൊ എന്താ പെട്ടെന്ന് എന്നർത്ഥം വരുന്നത്. അപ്പൊ ധപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ധപ്സേ നീച്ചേ ആയി. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ. അപ്പൊ എന്താ ഈ എന്തോ തോന്നി, ആർക്ക് തോന്നി? ധൂലിക്കോ ലഗാക്കി കുച്ച് ഹേ ഗഡ്ബഡ്, കുച്ച് ഗഡ്ബഡ് ഹേ, അല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്തു? ധൂല് ധപ്പ് സേ നീച്ചേ ആയി. അപ്പൊ എന്താ പെട്ടെന്ന് താഴേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത വരികൾ നോക്കാം. धूल की आंख में धूल झोंक कर हवा हो गई हवा हवाई. അതാ പറയുന്നത്. അപ്പൊ ധൂൽ की आंख में, അപ്പൊ എന്താ? അപ്പൊ താഴേക്ക് ഇങ്ങനെ കാര്യം അന്വേഷിക്കാൻ ആര് വന്നു? നമ്മുടെ ധൂൽ ഇങ്ങനെ വന്നു അല്ലെ. ധൂല് വന്നപ്പോ പക്ഷെ എന്താ സംഭവിച്ചത്? ധൂൽ की आंख में, ധൂലിന്റെ കണ്ണിൽ അല്ലെ പൊടിയുടെ കണ്ണില്, ആംഖ് കണ്ണില്, ധൂല് ഝോങ്ക് കർ, പൊടി തെറിപ്പിച്ചുകൊണ്ട്, പൊടിയുടെ കണ്ണിൽ തന്നെ പൊടി ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് ഹവാ ഹോ ഗയി ഹവാ ഹവായി. ഹവാ ഹോ ഗയി, ഹവ ഇങ്ങോട്ട് പോയി, ഹവാ ഹവായി, പറന്ന് ഹവ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇവർ രണ്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്താ ഫ്രണ്ട്സ് തമ്മിൽ ചെറിയൊരു ഗെയിം പോലെ അല്ലെങ്കിൽ കുഞ്ഞി കുസൃതി കാണിക്കുന്നതാണ്. അപ്പൊ എന്താണ് ധൂലും ഹവയും എന്താണ് ഒരുമിച്ചാണ്. പക്ഷെ എന്താ ആള് മേലെ പോയപ്പോ താഴേക്ക് വരാൻ വേണ്ടി എന്തോ ട്രിക്ക് ഒക്കെ ഇട്ട് എന്താ താഴേക്ക് ധപ്സേ ആനേസേ വരുന്നതില്. അപ്പൊ എന്താ താഴേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? ഈ കാറ്റങ്ങടെ അടിച്ചിട്ട് പൊടിയുടെ കണ്ണിൽ തന്നെ എന്ത് പോയി? പൊടി ഇങ്ങനെ അടിച്ചിട്ട് ആള് ഹവാ ഹവായി അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ചെറിയൊരു കവിതയാണ്. എന്താണ് ഒരുപാട് എന്താ പ്രകൃതിയുടെ കുസൃതികളും ഭംഗികളൊക്കെ പറയുന്ന ഒരു കുഞ്ഞു കവിതയാണ് നമ്മളുടെ ഹവ ഓർ ധൂൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ധൂലിക്ക് ബദലെ, ധൂലിന് ബദലെ പകരം, പകരം എന്താ? ഘടാ ജോഡിക്കൽ. ഘട എന്ന് പറഞ്ഞാൽ മേഘം എന്ന അർത്ഥം വരെ, അല്ലെങ്കിൽ ക്ലൗഡ്സ് എന്ന അർത്ഥം വരെ. അപ്പൊ എന്താ? ഘടാ ജോഡിക്കൽ കവിത ലിഖ്യ. അപ്പൊ നമ്മുടെ കവിതയില് ധൂലിന് പകരം, അതായത് എന്താ നമ്മുടെ പൊടിക്ക് പകരം അല്ലെങ്കിൽ ധൂലിക്ക് ബദലെ മേ ക്യാ ജോഡ്നാ ഹെ? ഘടാ കോ ജോഡ്നാ ഹെ. അപ്പൊ എന്താ ഘട ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ റീപ്ലേസ് ചെയ്തുകൊണ്ട് എഴുതുക എന്നാണ് ഒരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിൾ ആക്ടിവിറ്റിയാണ്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഹവാ ധൂലുക്കോ ചേടിക്കെ ബാഗി എന്നുള്ളത് നമുക്ക് എന്താക്കാം? ഹവ ഘടാക്കോ, ഹവ ഘടാക്കോ ചേടിക്കെ ബാഗി സോത്തി ധൂല് അചാനക് ജാഗി. അവിടുത്തെ ധൂലിനെ എന്താക്കാം നമുക്ക്? सोती घटा अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे എന്താക്കും? ഘടാക്കെ നീച്ചെ. അപ്പൊ എന്താ ഇതുപോലുള്ള ആക്ടിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് അതിനെ വരുത്തി അല്ലെങ്കിൽ മാറ്റം വരുത്തി എന്ത് ചെയ്യാൻ? റീപ്ലേസ് ചെയ്ത് വേറെ പുതിയൊരു കവിത നിങ്ങളോട് തന്നെ എഴുതുക എന്നൊരു ആക്ടിവിറ്റി നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വേർഡുകൾ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ? അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഉചിത് ജോഡെ ചുനിക്കർ ലിഖേ. ഉചിത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജോഡെ അല്ലെങ്കിൽ എന്താ ജോഡികള് ചുനിക്കർ ലിഖേ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. ഹവാ ധൂലിക്കോ, നമുക്കറിയാലോ ഹവാ ധൂലിക്കോ ചേടുക്കെ ഭാഗ്യ. അപ്പൊ എന്താ ഹവാ ധൂലിക്കോ ചേടുക്കെ ഭാഗി എന്നായിരിക്കും വരിക. നമ്മളുടെ ഫസ്റ്റ് വരി തന്നെ അങ്ങനെയല്ലേ? ഹവാ ധൂലിക്കോ ചേടിക്കെ ഭാഗി. ഹവ ആരെയാണ്? നമ്മുടെ ധൂലിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഓടി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വരി തന്നെയാണ് നമുക്ക് ഇവിടെ ആക്ടിവിറ്റിയിൽ വരുന്നത്. അപ്പൊ നോക്കിക്കേ, സോത്തി ധൂല്, കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ധൂൽ എന്ത് ചെയ്തു? സോത്തി ധൂല് അചാനക്ക് ജാഗി. അത് തന്നെ. അതെന്താ? അചാനക്ക് പെട്ടെന്ന്, അചാനക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എന്താ ഉടൻ തന്നെ ജാഗി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ? സോത്തി ധൂല് അചാനക്ക് ജാഗി ഉടി ഹവാക്കെ
ഉടി ഹവാക്കെ പീച്ചെ പീച്ചെ. അപ്പൊ എന്താ, അപ്പൊ എഴുന്നേറ്റ് കൊണ്ട് ആരെ പുറകെ പോയി? ഹവാക്കെ പീച്ചെ പീച്ചെ. ഹവയുടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാറ്റിന്റെ പുറകെ ആര് പോയി? ധൂല് പോയി. അപ്പൊ എന്താ, ഉടി ഹവാക്കെ പീച്ചെ പീച്ചെ. ബാക്കി ആരുണ്ട്? ബാക്കി ധൂലിക്ക് നീച്ചയാണല്ലോ. അപ്പൊ എന്താ, ഹവാ ഹോ ഗയി ധൂലിക്ക് നീച്ചെ. അപ്പൊ എന്താ, ഹവാ ഹോ ഗയി, ഹവ ആയിപ്പോയി, ഹോ ഗയി ആയിപ്പോയി, ധൂലിക്ക് നീച്ചെ പൊടിയുടെ താഴെ. അപ്പൊ എന്താ, ധൂലിക്ക് നീച്ചെ. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് എന്താ നമ്മൾ കവിത നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇതുപോലെ ആക്ടിവിറ്റി ഈസി ആയിട്ട് ഒറ്റ സെക്കൻഡിൽ എന്താ ക്ലിക്ക് ആവും, നമ്മൾ അപ്പൊ തന്നെ എഴുതുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാ കവിതകളും നല്ലപോലെ തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ വരികളും എന്താ ഉറക്കെ തന്നെ വായിച്ചു പഠിക്കുക. ഓക്കെ, അപ്പൊ എന്താ ഈ ആക്ടിവിറ്റി ഇങ്ങനെയാണ്. ഉചിത് ജോഡെ ചുണിക്കർ ലിഖേ, ശരിയായിട്ടുള്ള മാച്ച് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ കൃത്യമായിട്ട് തന്നെ എടുത്തെഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. निम्नलिखित आशय वाली पंक्तियां കവിതാ സേ ചുണിക്കർ ലിഖേ. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഏതൊരു കവിതയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററിൽ നിന്നായിക്കോട്ടെ, ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് നിമ്നലിഖിത് ആശയ വാലി പങ്ക്തിയാം കവിതാ സേ ചുണിക്കർ ലിഖേം എന്ന് പറയുന്നത്. അപ്പോ നിമ്നലിഖിത് താഴെ കൊടുത്തിരിക്കുന്ന ആശയ വാലി ആശയമുള്ള പങ്ക്തിയാം വരികള് കവിതാസെ ചുനിക്കർ ലിഖേ, കവിതയിൽ നിന്ന് കണ്ടെത്തി, ചുനിക്കർ കണ്ടെത്തി എഴുതൂ എന്നാണ് നമ്മളുടെ ആക്ടിവിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ധൂല് ആംഖേ ബന്ദ് കർ ഖോജ് തീ തീ. അപ്പൊ എന്താ, ധൂല് അതാരാണ്? ഡസ്റ്റ് അല്ലെ, പൊടി അല്ലെ. അപ്പൊ എന്താ, ധൂല് ആംഖേം കണ്ണുകള്, ബന്ദ്കർ അടച്ചുകൊണ്ട്, ബന്ദ്കർ അടച്ചുകൊണ്ട്, ഘോജ് തീഹേ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ ഘോജ് തീ അന്വേഷിച്ചിരുന്നു. ആ ഒരു വരി ഏതാ വരിക? നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് വരിയാണ്. കൃത്യമായിട്ട് നമുക്കറിയാം. എന്താ ഫസ്റ്റ് വരിയാണോ വരാ? ഉടി ഹവാക്കെ പീച്ചെ പീച്ചെ അതൊക്കെയാണോ വരാ? അല്ല, ഒരിക്കലല്ല. അപ്പൊ എന്താ, ധൂല് ഘോജ് തീ ആംഖേ മീച്ചെ, ഈ വരികളാ വരാ. ധൂല് ഘോജ് തീ ആംഖേ മീച്ചെ എന്നുള്ള വരിയായിരിക്കും വരാ. അപ്പൊ അടുത്ത ആക്ടിവിറ്റി നോക്കാം. വഹ് ആകെ പീച്ചെ ഓർ ദായേ ബായേ ഘോജത്തി രഹി. അപ്പൊ എന്താ, വഹ് ആകെ പീച്ചെ മുൻപിലും പിൻപിലും, ദായേ ബായ റൈറ്റും ലെഫ്റ്റും ഒക്കെ അന്വേഷിച്ച് നടന്നു. അപ്പൊ അത് ഏത് വരിയായിരിക്കും വരാം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഏത് വരിയായിരിക്കും? അങ്ങനെ എന്താ, മുൻപിലും പിൻപിലും സൈഡ് രണ്ട് ഇരുവശങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നു എന്ന വരി ഇതാണ്. ദായേ ബായേ ആകെ പീച്ചെ. അപ്പൊ ധൂൽ ഘോജത്തി ആംഖേ മീച്ചെ, ദായേ ബായേ ആകെ പീച്ചെ എന്ന് വരുന്ന വരികളാണ് നമ്മളുടെ ആ ഒരു അർത്ഥം വരുന്ന പങ്ക്തി അല്ലെങ്കിൽ ആ ഒരു ആശയം വരുന്ന പങ്ക്തി എന്ന് പറയുന്നത്. ഹവാ സാസ്, അടുത്ത് നോക്കാം. ഹവാ സാസേ ഖീഞ്ച് ചൽ രഹി ഥി. എന്താ, ഹവാ സാസേ ഖീഞ്ചിക്കർ ശ്വാസം വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്വാസം ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട്, ഖീഞ്ചിക്കർ വലിച്ചുകൊണ്ട്, ചൽ രഹീത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള വരികളായിരിക്കും വരാം. അപ്പൊ നോക്കാം, അടുത്ത് നോക്കാം. ഹവാ ധൂലിക്കെ നീച്ചെ ചൽ രഹീത്തി. അപ്പൊ അതും ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളത് തന്നെയായിരിക്കും വരാം. അപ്പൊ എന്താ, ഹവാ ധൂലിക്കെ നീച്ചെ. അപ്പൊ എന്താ, ഹവാ ധൂലിക്കെ, ധൂല ഡസ്റ്റിന് താഴെ, നീച്ചെ താഴെ, ഊപ്പർ മേലെ. പക്ഷെ ഇവിടെ എന്താ, നീച്ചയാണല്ലോ. അപ്പൊ എന്താ, ഹവാ ധൂലിക്കെ നീച്ചെ ചൽ രഹി തി. ഹവ എന്താ, നമ്മുടെ പൊടിയുടെ താഴെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ, മേലെ എന്താ പൊടിയും താഴെ കാറ്റുമാണ്. അപ്പൊ ധപ്പ് സേ നീച്ചയായി. അപ്പൊ അതെല്ലാം പറഞ്ഞില്ല. അപ്പൊ എന്താ, കൃത്യമായിട്ട് തന്നെ ഈ ആശയം വരുന്ന വരികള് കണ്ടെത്തി എഴുതുക എന്ന ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് തന്നെ എക്സാമിന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് ഓരോ വരികളും വായിച്ച് അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി അടിപൊളിയായിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പോ ബൈ.